നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഈ ദൈവവചന ശുശ്രൂഷ ശ്രവിക്കുന്ന പല പ്രിയപ്പെട്ടവരും അത് തങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് വിളിച്ചറിയിക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനം ശക്തിയേറിയതാണ്. അത് കടന്നു ചെന്ന് സകല മേഖലകളിലും പ്രവർത്തിക്കും. ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും ഒരുപോലെ സൗഖ്യദായകവും ശക്തിദായകവുമാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ആ വചനം കിട്ടുന്നവർക്ക് സർവ്വദേഹത്തിലും അത് സൗഖ്യമാണ്. ആ ഒരു മനോഭാവത്തോടുകൂടെ തുറന്ന ഹൃദയത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സദൃശവാക്യങ്ങൾ 25-ാം അധ്യായം 4-ാമത്തെ വാക്യം. വെള്ളിയിൽ നിന്ന് കീടം നീക്കിക്കളഞ്ഞാൽ തട്ടാന് ഒരു ഉരുപ്പടി കിട്ടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവൻ്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടനെ നീക്കിക്കളഞ്ഞാൽ അവൻ്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടും. ആദ്യം ഒരു സാദൃശ്യവും പിന്നീട് അതിൻ്റെ വ്യാഖ്യാനവുമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നല്ല ചൂടേൽക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ കീടങ്ങൾ മാറിക്കിട്ടുന്നത്. ഇവിടെയുള്ള രണ്ട് വരികൾക്കിടയിൽ ശക്തമായൊരു പരിവർത്തനം നടന്നെങ്കിൽ മാത്രമേ ഈ കാര്യം സാധ്യമാകുകയുള്ളൂ. ഉരുകിക്കിടക്കുന്ന വെള്ളിയുടെ മുകളിലായി കീടം ഒരു പാട പോലെ തളം കെട്ടിക്കിടക്കും. അത് വെട്ടിമാറ്റിയെങ്കിൽ മാത്രമേ യഥാർത്ഥ വെള്ളി തട്ടാന് ഒരു ഉരുപ്പടിയായി ലഭിക്കുകയുള്ളൂ. കീടം മാത്രം നീക്കിയാൽ തട്ടാന് ഒരു ഉരുപ്പടി ലഭിക്കുകയില്ല. പിന്നെയും അതിൻ്റെ പിന്നിൽ അധ്വാനമുണ്ട്. കീടം തിരുവചനത്തിൽ ധാർമ്മികമായി അധപ്പതിച്ച അവസ്ഥയാണ് കാണിക്കുന്നത്. കീടത്തെ നീക്കുന്ന പ്രക്രിയ ദൈവത്തിൻ്റെ ന്യായവിധിയെ കാണിക്കുന്നു. മാത്രമല്ല, മനുഷ്യ ജീവിതത്തിൻ്റെ ശുദ്ധീകരണമാണ് ഇവിടെയുള്ള വിഷയം. 5-ാം വാക്യം 4-ാം വാക്യത്തിൽ കാണുന്ന കീടത്തെ നീക്കുന്ന പ്രക്രിയ രാജാവിനോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാജസന്നിധിയിൽ ഉപദേശകന്മാരുടെ കൂട്ടത്തിൽ കീടത്തെ പോലെയുള്ള ഒരു ദുഷ്ടൻ കടന്നുകൂടിയിട്ടുണ്ട്. അവനെ വെച്ചുകൊണ്ട് രാജാവിനൊരു നല്ല ഭരണം ജനങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നതല്ല. അവനെ നീക്കിയെങ്കിൽ മാത്രമേ അവൻ്റെ സിംഹാസനം നീതിയാൽ സ്ഥിരപ്പെടുകയുള്ളൂ. ദാവീദ് തൻ്റെ അനുഭവത്തിൽ കീടത്തിൻ്റെ സ്വാധീനത ശലോമോനെ രാജാവായി വാഴിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അഭിമുഖീകരിച്ചതാണ്. 2 ശമൂവേൽ 7-ാം അധ്യായം. രെഹബെയാം കീടത്തിൻ്റെ ആവരണത്തിൽ ആയിപ്പോയതുകൊണ്ടാണ് പരാജയപ്പെട്ടത്. പലപ്പോഴും അധികാര കസേരയിലിരിക്കുന്നവരോട് അടുത്തിടപെടുന്ന ഉപജാപക സംഘമുണ്ട്. ആ ഉപജാപക സംഘത്തിൻ്റെ ലക്ഷ്യം അവരുടെ സ്വാർത്ഥതയാണ്. അധികാരവർഗത്തോട് ചേർന്ന് നിന്ന് അതിൻ്റെ നന്മകൾ പിൻപറ്റുന്നവർ, നന്മകൾ കൈവശമാക്കുന്നവർ. എന്നാൽ അധികാരത്തിലിരിക്കുന്ന ഏതൊരു വ്യക്തിയും തിരിച്ചറിയണം കീടം തന്നോട് കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. കീടത്തെ മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ സിംഹാസനം നീതിയോടുകൂടെ സ്ഥിരപ്പെടുകയുള്ളൂ. ഇവിടെ കീടം മാറ്റുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ പ്രക്രിയ. വ്യക്തിപരമായ ജീവിതത്തിൽ കീടം മാറണമെങ്കിൽ ചില ശോധനകളിലൂടെ, വേദനകളിലൂടെ നാം കടന്നു പോകണം. നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ നമ്മോടുകൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്ന പലതുണ്ട്. അത് നമ്മിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി വെള്ളി ശോധന കഴിക്കുന്നത് പോലെ ദൈവം നമ്മെ ശോധന കഴിക്കും. നമ്മൾ യെഹെസ്കേൽ പ്രവചനം 24-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുന്നു, അതിൻ്റെ താമ്രം കാഞ്ഞ് വെന്തു പോകേണ്ടതിന്, അതിൻ്റെ കറ അതിൽ ഉരുകേണ്ടതിനും, അതിൻ്റെ ക്ലാവ് ഇല്ലാതെയാകേണ്ടതിനും അത് ഒഴിച്ചെടുത്ത് കനലിന്മേൽ വയ്ക്കുക. കനലിൻ്റെ മേൽ പാത്രം വയ്ക്കുന്നത് എന്തിനാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, അതിൻ്റെ ക്ലാവ് മാറിക്കിട്ടേണ്ടതിന്, മറ്റൊന്ന് അതിൻ്റെ കറ നീങ്ങേണ്ടതിന്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ക്ലാവും കറകളുമുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ശുദ്ധീകരണം കൊണ്ടത് മാറുന്നില്ല. എന്നേക്കുമായി ഒരുപക്ഷെ മനസ്സിൽ താലോലിക്കുന്ന പാപ സ്വഭാവങ്ങളായിരിക്കാം, ചിലതിനോടൊക്കെ ഉള്ളതായ അരുതാത്ത സ്നേഹമായിരിക്കാം, താല്പര്യങ്ങളായിരിക്കാം. അത് നമ്മിൽ നിന്ന് വെട്ടിമാറ്റുന്നതിനു വേണ്ടി ദൈവം നമ്മെ കനലിന്മേൽ വയ്ക്കുന്നത് പോലെ, തീക്കകത്ത് ഇടുന്നത് പോലെയുള്ള ചില അവസ്ഥകൾ. തീയിലൂടെ ദൈവം നമ്മെ കടത്തിവിടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് നല്ലതാണെന്ന് തോന്നിയാലും ആത്യന്തികമായി നമ്മെ നശിപ്പിക്കുന്ന ചില സ്വഭാവങ്ങളെ, ചില ശീലങ്ങളെ, തെറ്റായ ചില താല്പര്യങ്ങളെ, മോഹങ്ങളെ,
ദുർവിചാരങ്ങളെ നമ്മിൽ നിന്ന് മാറ്റുന്നതിനു വേണ്ടി ദൈവം നമ്മെ കനലിൻ്റെ മേൽ വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചില ബന്ധങ്ങളെ പോലും ദൈവം വിച്ഛേദിക്കുന്നതിൻ്റെ പിറകിലുള്ള രഹസ്യം എന്ന് പറയുന്നത് അത് നമുക്ക് നന്മയായി തീരത്തില്ല. അരുതാത്ത സ്വാധീന വലയത്തിനകത്ത് നിങ്ങൾ അകപ്പെടാതിരിക്കാൻ ചിലതൊക്കെ ദൈവത്താലുള്ള സംഭവങ്ങൾ കൊണ്ട് തന്നെ വെട്ടിമാറ്റും. ദൈവമേ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭവിക്കുന്നല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കാം. എന്നാൽ ദൈവത്തിന് നമ്മെ അങ്ങനെ കൊണ്ടുപോയേ പറ്റുകയുള്ളൂ. ഈ പഴയ കാലത്തൊക്കെ നമ്മുടെ പറമ്പിലുള്ളതായ വൃക്ഷം നേരെ വളരാനായിട്ട് അതിൻ്റെ ബ്രാഞ്ചസ്, ശാഖകൾ വെട്ടുമായിരുന്നു, കോതി വെട്ടുമായിരുന്നു. അതുപോലെ ചിലതൊക്കെ ദൈവം വെട്ടിമാറ്റും. എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കേണ്ടതിന് വേണ്ടി, നേരെ വളരേണ്ടതിന് വേണ്ടി, ചായാതിരിപ്പാൻ, ചരിയാതിരിപ്പാൻ, നമ്മിലുള്ള വളവുകളും പുളവുകളും ഒന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ സത്യസന്ധരും പരമാർത്ഥികളുമായി മാറാൻ ദൈവം 100% നമ്മെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉരുക്കുന്നത് പോലെയുള്ള ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം കടത്തിവിടും. അത് നമ്മെ തകർക്കുന്നതിന് വേണ്ടിയല്ല. എത്ര നാളങ്ങനെ ഉരുക്കേണ്ടി വരുമെന്ന് ദൈവത്തിനറിയാം. നമ്മളില്ലാതാകാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഈ നാളുകൾ ദീർഘിച്ചു നിൽക്കുന്ന ശോധനകളിലൂടെ പോകുമ്പോൾ നിങ്ങൾ ബന്ധങ്ങളെ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ആ ബന്ധം എനിക്ക് ആവശ്യമുണ്ടോ? എനിക്ക് നല്ലതാണെന്ന് തോന്നിയാലും ദൈവം ഇഷ്ടപ്പെടുന്ന ബന്ധമാണോ? ദൈവത്തോടും ബന്ധപ്പെടേണ്ട സമയങ്ങൾ അത് അപഹരിക്കുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ അത് മനസ്സിലാക്കി ദൈവസന്നിധി നമ്മെ തന്നെ വിധേയപ്പെടുത്തണം. നമ്മിലുള്ള കീടങ്ങളെല്ലാം മാറി നല്ലൊരു ഉരുപ്പടിയായി, ഉടമസ്ഥനെ നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രങ്ങളാക്കി ദൈവം നമ്മെ തീർക്കാനാണ് ചില ശോധനയിലൂടെ കൊണ്ടുപോകുന്നത്. ദൈവത്തിന് പ്രയോജനമുള്ളവരായി ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.